ഹലോ എവ്രി വൺ. റൂത്ത് ചാപ്റ്റർ 2, 3, 4 നിന്നുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിന്റെ കണ്ടിന്യൂഷൻ കാണാം. മെതി കഴിഞ്ഞാൽ യവത്തിൽ നിന്നും പതിരം നീക്കേണ്ടതിന് ധാന്യം തൂറ്റുന്നതിന് എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? മാമോദിസ സ്വീകരിച്ച വിശ്വാസികളായ നമ്മുടെ ജീവിതത്തെ തൂറ്റുന്നതിന് രണ്ട് വ്യക്തികളാണ് സാത്താനും ക്രിസ്തുവും. സാത്താൻ ശ്രമിക്കുന്നത് നമ്മളുടെ പതിരിനെ സൂക്ഷിക്കാനും ഗോതമ്പ് മണിയെ നശിപ്പിക്കാനുമാണ്. എന്നാൽ ക്രിസ്തുവോ നമ്മളുടെ പതിരിൻ്റെ ഒരു ചെറിയ കണി പോലും അവിടെ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നില്ല. കാറ്റ് എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പതിരിനെ മാറ്റി നല്ലതിനെ സംരക്ഷിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. 4 പോയിന്റ്സ് എഴുതാം. മാമോദിസ സ്വീകരിച്ച വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ സാത്താനും ക്രിസ്തുവും കാണും. സാത്താൻ ശ്രമിക്കുന്നത് ഗോതമ്പ് മണിയെ നശിപ്പിച്ച് വിലയില്ലാത്ത പതിരിനെ സൂക്ഷിക്കാനാണ്. ക്രിസ്തുവിനാണെങ്കിൽ പതിരിൻ്റെ ഒരു ചെറുകണിക പോലും അവിടെ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നില്ല. കാറ്റ് എന്നത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറവിൽ പതിരിനെ മാറ്റി സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ മെതി കഴിഞ്ഞാൽ യവത്തിൽ നിന്നും പതിന് നീക്കേണ്ടത് ധാന്യം തൂറ്റുന്നത് എന്തിനോട് ഉപമിച്ചിരിക്കുന്നു എന്ന ചോദ്യം വന്നാൽ ഈ 4 പോയിന്റ്സ് നമ്മൾ ഓർത്ത് എഴുതുക. പുതപ്പ് അടിയന്റെ മേലിടണമേ എന്നുള്ളത് രൂത്തിന്റെ വിവാഹത്തിനുള്ള സമ്മതമായിട്ട് ആണ് പുതപ്പ് അടിയന്റെ മേൽ ഇടണമേ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. രൂത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുമെന്നതിന്റെ വാഗ്ദാനം 6 ഇടങ്ങഴി യവ പൂർണ്ണമാക്കാത്തതും വാഗ്ദാനം പാലിക്കുമെന്നതോടുകൂടി പൂർണ്ണമാകുന്ന ഉറപ്പിന്റെ അടയാളമെന്ന് 6 എന്ന സംഖ്യ. യഹൂദ ന്യായപ്രമാണത്തിൽ നിന്നും ക്രിസ്തു ഒരുക്കിയ രക്ഷയിലേക്കുള്ള മാറ്റത്തിന്റെ നിയോഗം. അവിടെ ചെരുപ്പൂരി രൂത്തിന്റെ ചാർച്ചക്കാരൻ, പേരറിയാത്തൊരു ചാർച്ചക്കാരൻ ചെരുപ്പൂരി ബോവസിന് നൽകുന്നുണ്ട്. അപ്പൊ ആ ഉത്തരവാദിത്വം ബോവസിന് നൽകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നത് യഹൂദ ന്യായപ്രമാണത്തിൽ നിന്നും ക്രിസ്തു ഒരുക്കിയ രക്ഷയിലേക്കുള്ള മാറ്റത്തിന്റെ നിയോഗമായിട്ടാണ്. രൂത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യം അവളെ ബെത്ലഹേമിൽ എല്ലാവരും അംഗീകരിക്കാൻ കാരണമായി. അവളെ രൂത്ത് സ്വഭാവ വൈശിഷ്ട്യമാണ് മൊവാബിയ സ്ത്രീയായിട്ടും യഹൂദരായ ബെത്ലഹേം നിവാസികൾ അവളെ അംഗീകരിക്കുന്നതിന് കാരണമായത്. നവോമിയെ ഭാഗ്യവതി എന്ന് വിളിച്ചത് എന്തുകൊണ്ട്? രൂത്തിനാണ് ബോവസിന്റെ ഭാര്യയാകാനും രൂത്തിനാണ് ഒബേദ് ജനിക്കുന്നതും. പക്ഷെ ബെത്ലഹേം നിവാസികളാണ് നവോമിയെ ഭാഗ്യവതി എന്ന് വിളിച്ചത്. അത് എന്തുകൊണ്ട്? അപ്പം 7 പുത്രന്മാരെക്കാട്ടിലും നല്ല ഒരു മരുമകളെ ലഭിച്ച നീ ഭാഗ്യവതി എന്നാണ് ബെത്ലഹേം നിവാസികൾ കുഞ്ഞുണ്ടായപ്പോൾ ഉത്തമയായ മരുമകളെ കിട്ടിയതിൽ നീ ഭാഗ്യവതി. അപ്പൊ 7 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് പൂർണ്ണതയുടെ അടയാളമാണ്. അപ്പം പക്ഷേ പൂർണ്ണതയുടെ അടയാളമാണ് 7 എങ്കിലും അവളെ ഭാഗ്യവതി എന്ന് വിളിച്ചത് കർത്താവിന്റെ വംശാവലിയിൽ ഇടം നേടുവാൻ തക്കവണ്ണം ഒരു കുഞ്ഞിനെ ലഭിച്ചതുകൊണ്ട് അവളെ ഭാഗ്യവതി എന്നും വിളിച്ചു. അതോടൊപ്പം അവർ പറയുന്നുണ്ട് 7 പുത്രന്മാരെക്കാട്ടിലും ഉത്തമയായ ഒരു മരുമകളെ ലഭിച്ച നീ ഭാഗ്യവതി. അപ്പൊ 7ന്റെ ഇൻഡിക്കേഷൻ ആയിട്ട് പറയുന്നത് അത് പൂർണ്ണതയുടെ വീണ്ടെടുപ്പിലൂടെ അവൾ പൂർണ്ണതയിലെത്തി എന്നുള്ളതാണ്. വീണ്ടെടുപ്പിന്റെ ദൗത്യം പൂർത്തീകരിച്ചു എന്നുള്ള പൂർണ്ണതയാണ്. 6ൽ നിന്നും പൂർണ്ണത. ഓക്കെ, താങ്ക് യു.